നിർത്തിയിട്ടില്ലെങ്കിലൊക്കെ അവർക്ക് മനസ്സിലാവുമല്ലോ ഒരു പരിധി കൂടുതൽ. ഒരു അലാറം വേണമെങ്കിൽ അടിക്കും, ഒരു അലാറം അടിക്കും അങ്ങനെ. അപ്പൊ നമുക്ക് മനസ്സിലാവും. കോഴിക്കോട് അണ്ടർ ദ വോൾക്കാനോ. Turn left onto Riverside Drive. ശരിക്കും എത്ര കിലോമീറ്റർ കൂടിയിട്ട് കാണിക്കുന്നത്? 2 കിലോമീറ്റർ, 2 കിലോമീറ്റർ 4 മിനിറ്റ്. ഈ ഓരോ സ്ഥലങ്ങളിലും ഈ കിലോമീറ്റർ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ ഖത്തറിലാണെങ്കിൽ 1 കിലോമീറ്റർ താണ്ടാൻ ഒരു ഒറ്റ മിനിറ്റ് മതി. ഇവിടെ 2 മിനിറ്റ്. ഇന്ത്യയിൽ ഇതേപോലെ 2 മിനിറ്റ്. 1 കിലോമീറ്റർ താണ്ടണമെങ്കിൽ 2 മിനിറ്റ് എടുക്കും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കേട്ടോ, നമ്മളെ സാധാ വരുന്ന ഹൈവേയിലല്ല. അണ്ടർ ദ വോൾക്കാനോ റിവർ സൈഡ് ആണ്. റിവർ സൈഡ് Made to chill for London. ചിലപ്പോൾ പടക്കായിരിക്കട ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. മീൻസ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനേ ഈ ഉണങ്ങിയ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ തുടങ്ങിയാൽ നല്ലത്. മലയാളി കമ്മ്യൂണിറ്റി ഒരുപാട് പേര് ഇവിടെ. മലയാളി കമ്മ്യൂണിറ്റി പമ്പി കാട്ട് ഒരാൾ പറഞ്ഞാണ് മലയാളി കമ്മ്യൂണിറ്റി ഒരു സാധനം വാങ്ങല്ലോ. മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇതാണ് ബിസിനസ് ആണ് ഈ പംകിൻ കാട്ട് ഡെലിവറി ഫുഡ്. വൺ ഓഫ് ദ ഫസ്റ്റ് ഡ്രൈവേഴ്സ് ആയിരുന്നു ആണല്ലേ? ആ പുള്ളി ആദ്യമായിട്ട് ബിസിനസ് ഒരു യൂബർ പോലത്തെ സംഭവമാണ്. യൂബർ ഇറ്റ്സ് പോലെ സംഭവമാണ്. പുള്ളി സ്വന്തം തുടങ്ങിയ സംഭവമാണ്. സാധനം വാങ്ങണ്ടല്ലേ ഭക്ഷണമായാലേ. അവര് ആദ്യമായിട്ട് തുടങ്ങിയപ്പോ അവര് 3 ഡ്രൈവർമാരെ വെച്ചാൽ ഒരു ഡ്രൈവർ ആയിരുന്നു. അവിടുത്തെ ശരിക്കും ആ 4 പേര് വിദ്യാർത്ഥികളായിട്ട് ഇവിടെ വന്നിട്ട് അവര് അവര് മറ്റേ ഇവന്മാര് ഒരു ലോക്കൽ ഏരിയ എടുത്തിട്ട് അവന്മാര് കമ്പ്യൂട്ടറിൽ അവിടെ കുത്തിയിരുന്ന് ചുമ്മാ ഒരു ഹോളാ അവിടെ ഇരുന്ന് ഇവന്മാര് കമ്പ്യൂട്ടറിൽ ഇതെല്ലാം പ്രോഗ്രാം ചെയ്തു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് അവന്മാരെ കണ്ടിട്ട് അവന്മാര് ബ്രോ നമ്മുടെ എങ്ങനെ കാര്യങ്ങൾ. അപ്പൊ ഈ കസ്റ്റമർ സർവീസ് ഒക്കെ പറഞ്ഞ ഇവരെ വിളിക്കുന്നത്. എന്നിട്ട് ഇവര് പേഴ്സണലി നമ്മളെ വിളിക്കും. ബാക്ക്ഗ്രൗണ്ട് പക്ഷെ എന്തോ ടേൺ ഓവർ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായല്ലോ. എന്നിട്ട് ഏതോ മാഗസീനിലൊക്കെ വന്നല്ലോ അവന്മാര്. അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷെ എന്റെ കൂട്ടൻ ഡ്രൈവറാണ്. അവൻ പറഞ്ഞ അറിവാണ്. അവൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ് അല്ല, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം, റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണം. പൈസ ഒക്കെ കറക്റ്റ് ഉണ്ടോ? പൈസ എപ്പോഴും താമസിക്കുന്ന വാടക വീട്ടിലാണ് അല്ല പിന്നെ പൈസ കറക്റ്റ് കൊടുക്കണ്ടോ? അത് പൈസ കൊടുക്കുന്നില്ലെന്ന് പറയണം. എന്റെ കൂട്ടാന് ശമ്പളം കൊടുത്തിട്ട് ഇപ്പൊ 4 മാസത്തെ ശമ്പളം കിട്ടാം. അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ വിട്ടായിരുന്നു. ഞാൻ പിന്നെ അന്നങ്ങ് മാറി നാട്ടിൽ പോ നിൽക്കും ഓഗസ്റ്റ് 24-ാം തീയതി. അപ്പൊ ഇതൊക്കെ കേസ് കൊടുത്താൽ ഭയങ്കര ഇതല്ലേ? ആ കാശ് കൊടുക്കാൻ ഭയങ്കര പാടാണെന്ന് പറയണം. അല്ല കേസ് കൊടുത്താൽ ഭയങ്കര വിഷയല്ലേ? കേസ് അത്രക്ക് ഉണ്ടോ? ഈ എംപ്ലോയിന്റെ ഇത് കേസാണെങ്കിൽ പെട്ടെന്ന് തീർപ്പൊന്നും കൽപ്പിക്കൂല. ഇന്ത്യയിലൊക്കെ അല്ലേ എത്ര 28 ദിവസത്തിനുള്ളിൽ ഈ എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള കേസൊക്കെ പെട്ടെന്ന് തീർപ്പാക്കുന്നത് പറയുന്നത് കേട്ടത്. 28 ദിവസം കൊണ്ട് സോൾവ് ആക്കും. മീൻസ് ഇപ്പൊ ശമ്പളം കൊടുത്തിട്ടില്ല. ഇവിടെ കുറച്ച് എന്നാലും അനക്കല്ല. അടിപൊളിയാ. അവര് പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലം എവിടെ? ഇഷ്ടപ്പെടത്തില്ല നമുക്ക്. ആ സ്കാർബോ കിടന്നിട്ട് ഒരാൾക്കും നമുക്ക് ആൾക്കാരൊക്കെ മിസ്സാക്കാന്നൊക്കെ പറയണത് അത്യാവശ്യം നല്ലൊരു കിടിലൻ സ്ഥലത്ത് നിന്നാണ് നമ്മൾ. വണ്ടി ഉണ്ടോ അവർക്ക്? വണ്ടി എടുക്കാൻ പോകുന്നതാണ്. അല്ല വണ്ടിയൊക്കെ ഇവിടുന്ന് എങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് വണ്ടി ലെഫ്റ്റ് ആണോടാ? അവിടെ നിന്ന് കൊണ്ട് കയറ്റണം. അത് കണ്ടോ അവിടെ നമുക്ക് പോകണം. പക്ഷെ അങ്ങനെ കയറ്റാൻ പറ്റുന്ന അറിയില്ല. അവിടെ ഡയറക്റ്റ് കയറ്റാൻ പറ്റുമോ? നമ്മള് കയറ്റി ഇങ്ങനെ ചുറ്റിക്കയറി പക്ഷെ അത് ഭയങ്കര പാടായത്. ഇങ്ങനെ കയറ്റണം ഏറ്റവും എളുപ്പം. അത് കണ്ടോ നേരെ കാണണം. അത് കണ്ടോ അതാണ് ഫ്ലാറ്റ്. നേരെ കയറി ആരും ഇല്ല. ഇവിടെ എവിടെയെങ്കിലും ഇടാൻ പറ്റും. ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇടാൻ പറ്റും. വിസിറ്റർ പാർക്കിംഗിൽ ഇടില്ലെങ്കിൽ അവന്മാര് പിടിച്ചോണ്ട് പോലെ. സീനിയർ ആക്ടിവിറ്റി സെന്റർ വിസിറ്റർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ.
ഇവിടുത്തെ പാർക്കിംഗ് പുള്ളിയുടെ പാർക്കിംഗ് സ്പോട്ട് ഏതാണെന്ന് വിളിച്ചേ. അല്ല വിസിറ്റിംഗ് പാർക്കിംഗ് കിട്ടാ പോലെ വിസിറ്റ് പാർക്കിംഗ് സ്പോട്ട് ഇല്ലല്ലോ. അയാൾ പോണത് ഏത് വിസിറ്റർ ഇല്ല. ആ അതെ അതെ ഈ സ്പോട്ട് വേണമെങ്കിൽ കയറ്റാം. പക്ഷേ ഈ ടഫ് കേട്ടോ. ഒരു കാര്യം ചെയ്യും റാക്കൂണല്ലേ ബ്രോ? അല്ലല്ലോ ഒന്ന് ഇറങ്ങി ബീവർ 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 നോക്കട്ടെ ഒന്ന് ഇറങ്ങി കിട്ടാൻ കുറച്ച് പാടാണ്. നീ അങ്ങോട്ട് പോയിട്ട് ബാക്കിലോട്ട് കയറ്റാം. നമ്മളൊന്ന് ഇറങ്ങട്ടെ അർജുന. എന്നാ ഇറങ്ങും. അവിടെ ഇട്ടാലും മതിയല്ലോ. അതോ ആ വെള്ള വണ്ടിയുടെ അവിടെ എവിടെടാ? അവിടെ ഈ BON എന്താണ്?